സൂര്യൻ പടിഞ്ഞാറുദിക്കുമ്പോൾ ആകാശം സാവധാനം ഇരുട്ടിനെ ആഗിരണം ചെയ്തു. പകലിന്റെ വെളിച്ചവും രാത്രിയുടെ ഇരുട്ടിനെയും ഒരുപോലെ സാക്ഷിയാക്കി ആ പുരാതന സരസ്വതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ നട പതിയെ തുറന്നു. മനോഹരമായ ചുവന്ന പട്ടുടയാടയും പാലയ്ക്കാമാലയും ചുവന്ന വട്ടപ്പൊട്ടും കുത്തി അതീവ സുന്ദരമായ ഒരു ശില്പം ആ ശ്രീകോവിലിൽ തെളിഞ്ഞു നിന്നു. ഒറ്റ നോട്ടത്തിൽ അതൊരു കൽപ്രതിമയാണോ എന്ന് തന്നെ സംശയിച്ചു പോകും വിധം മനോഹരമായ കാഴ്ച. ചുറ്റിനും നാമജപങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭക്തജനങ്ങൾ അമ്മയെ നിറകണ്ണുകളോട് തൊഴുതു നിന്നു. സ്വർണ വിളക്കിൽ തെളിയുന്ന അഗ്നിജ്വാല ദേവീമുഖത്ത് പ്രകാശമേകുന്നു. ദീപാരാധന കഴിഞ്ഞയുടനെ വേദയുടെ നൃത്തം ആരംഭിച്ചു. ചുവന്ന ബ്ലൗസും സ്വർണ്ണക്കരയോടുകൂടിയ വെള്ള സാരി ചെറിയ ഞുറിവുകളായി വിശറി പോലെ വിടർന്നു കിടന്നു. നൃത്തച്ചുവടുകൾക്കനുസരിച്ച് ആ ഞുറിവുകളും ചലിക്കാൻ തുടങ്ങി. വാലിട്ടെഴുതിയ കൺമഷിയുടെ അഴകിൽ അവളുടെ കൃഷ്ണമണികളുടെ ചലനവും ചുവന്ന ചുണ്ടുകളും മൂക്കിൻ തുമ്പിൽ കടുപ്പിച്ചിരിക്കുന്ന ചെറിയ മൂക്കൂത്തിയും വേദയുടെ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടി. മുടി പൂർണമായും ഒരു വശത്തേക്ക് ചുറ്റിവെച്ചിട്ടുണ്ട്. അതിനു ചുറ്റും മുല്ലപ്പൂമാല കൊണ്ട് അലങ്കരിച്ചു. മൃദംഗത്തിന്റെയും ഗാനത്തിന്റെയും താളത്തിൽ കാലിലെ ചിലങ്കകൾ ശബ്ദമുയർത്തി. മേനിയഴകും മെയ്യഴകും ചേർന്ന് ഭരതനാട്യത്തിന്റെ മായാലോകത്തേക്ക് വേദ കാണികളെ കൊണ്ടു ചെന്നെത്തിച്ചു. അവിടെയുള്ള ഓരോരുത്തരുടെയും കണ്ണുകൾ വേദയുടെ നൃത്തച്ചുവടുകളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ 2 കണ്ണുകൾ അവളിൽ മാത്രമായി അലിഞ്ഞു നടന്നു. അതിൽ ഒരുവന്റെ കണ്ണിൽ അവളോട് അടങ്ങാനാവാത്ത പ്രണയമായിരുന്നു. ആരോടും പറയാതെ തന്റെ മനസ്സിൽ മാത്രം സൂക്ഷിച്ചു വെച്ച പ്രണയം. എന്നാൽ മറ്റൊരു കണ്ണിൽ കാമമായിരുന്നു. അവന്റെ കഴുകൻ കണ്ണുകൾ വേദയുടെ വടിവത്ത ശരീരത്തെയും ആരെയും മയക്കുന്ന സൗന്ദര്യത്തിലുമായിരുന്നു. നൃത്തം അവസാനിച്ചപ്പോൾ അഭിനന്ദനങ്ങൾ കൊണ്ട് കാണികൾ വേദയെ മൂടിയിരുന്നു. ഹരിയും ദാസും ഒപ്പം വസുന്ധരയും വേദയും കൂട്ടി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി. അവരുടെ പിന്നാലെ ഒരു നിഴൽ പോലെ ആ കഴുകൻ കണ്ണുകളും ഉണ്ടായിരുന്നു. ഹരി അവരെ ശ്രീലകത്തേക്ക് പറഞ്ഞയച്ച ശേഷം അവന്റെ വീട്ടിലേക്ക് പോയി. ശ്രീലകത്തെത്തിയ വേദ കുളിക്കാനായി മറപ്പുരയിലേക്ക് പോയി. കുളി കഴിഞ്ഞിറങ്ങിയ വേദയ്ക്ക് തന്റെ പുറകിൽ ആരോ ഉള്ളതുപോലെ അനുഭവപ്പെട്ടു. അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അത് തന്റെ തോന്നലാകുമെന്ന് കരുതി അവൾ തറവാട്ടിലേക്ക് കയറിപ്പോയി. എന്നാൽ ആ കഴുകൻ കണ്ണുകൾ അവൾ പോകും വഴി ഗൂഢമായി ആലോചിച്ചു നോക്കി നിന്നു. അത്താഴമൊക്കെ കഴിഞ്ഞ് വേദ കിടക്കാനായി മുറിയിലേക്ക് പോയി. വസുന്ധരയും വേദയും ഒരുമിച്ചാണ് കിടക്കുന്നത്. ഒരമ്മ തന്റെ മകളെ താരാട്ട് പാടി ഉറക്കുന്നത് പോലെ തന്നെയാണ് വേദ വസുന്ധരയെ ഉറക്കിയിരുന്നത്. വേദയുടെ പാട്ട് കേട്ട് വസുന്ധര ഉറങ്ങിയിരുന്നു. അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്തതിനു ശേഷം വേദയും കിടന്നുറങ്ങി. വേദാൻഷിയെ പിന്തുടർന്ന ആ കഴുകൻ നേരെ ചെന്നത് ഒരു പഴയ ഓലമേഞ്ഞൊരു വീട്ടിലേക്കായിരുന്നു. അവൻ അകത്ത് കയറിയതും ഒരു പ്രായമായ സ്ത്രീ അയാളെ നോക്കി ചിരിച്ചു. മോൻ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്, അങ്ങോട്ട് ചെന്നാ മാത്രം മതി. അവർ തന്റെ തൊട്ടടുത്തുള്ള ഒരു മുറിയിലേക്ക് കൈ ചൂണ്ടിക്കാട്ടി. ഇന്ന് വേണ്ട, മറ്റൊരിക്കലാകട്ടെ. ഇന്നെന്റെ ചിന്തകളിൽ വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത അവളുടെ മുഖവും ശരീരവും മാത്രമാണ്. ഞാൻ അവളുടെ മേനിയഴുകിൽ ഭ്രമപ്പെട്ടുപോയി. അപ്സരസ് പോലും തോറ്റുപോകും അവളുടെ മുന്നിൽ. അത്രയ്ക്കും മനോഹരം. അവളുടെ കണ്ണുകൾ, ചുവന്ന ചുണ്ടുകൾ, മാറിടങ്ങൾ, അരക്കെട്ട്, അങ്ങനെയെല്ലാം എന്നെ വല്ലാതെ വശീകരിച്ചു. എനിക്ക് എങ്ങനെയായി ഇന്ന് മറ്റൊരുവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുക? ഇതുപോലൊരു പെണ്ണിനെ ഞാൻ അനുഭവിച്ചിട്ടേയില്ല. അറിയണം എനിക്ക് ആ മാധുര്യം. മതിവരുവോളം ആസ്വദിക്കണം എനിക്ക് ആ മേനി അഴകിനെ. അവന്റെ വാക്കുകളെ വിശ്വസിക്കാനാവാതെ ആ സ്ത്രീ അതിശയിച്ചു നിന്നു. ഇത്രയധികം മോഹിപ്പിച്ച ആ പെൺകുട്ടി ആരാണ് മോനെ? ശ്രീലകത്തെ കൃഷ്ണൻ നായരുടെ മൂത്ത മകൾ വേദാൻഷി. ഇത്ര അടുത്തുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ, കണ്ടില്ലല്ലോ ഞാൻ ഈ അപ്സരസിനെ. ശ്രീലകം എന്ന് കേട്ടപ്പോൾ തന്നെ ആ സ്ത്രീ പൊട്ടിച്ചിരിച്ചു. ശ്രീലകത്തെ കുട്ടിയാണോ? എങ്കിൽ മോന്റെ ആഗ്രഹം ഞാൻ നടത്തിത്തരാം. ഒറ്റ രാത്രിയുടെ കാര്യമല്ലേ, അതെനിക്ക് വിട്ടേക്ക്. അല്ല,
ഒരു രാത്രി കൊണ്ട് തീരുന്നതല്ല എനിക്ക് അവളോടുള്ള മോഹം. എന്റെ കാമം തീരുന്നത് വരെ എനിക്ക് അവളെ ഭ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള വഴിയൊക്കെ എന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടക്കണം. നടത്തും ഞാൻ. മനസ്സിൽ ഊട്ടിയുറപ്പിച്ച തീരുമാനങ്ങളുടെ പ്രതിഫലമായി അവന്റെ ചുണ്ടുകളിൽ വശ്യമായ ചിരി ഉടലെടുത്തു. ആ ചിരി ആ പ്രായമായ സ്ത്രീയിലും പ്രതിഫലിച്ചു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. കൃഷ്ണൻ നായരുടെ ക്ഷണം സ്വീകരിച്ച് ഭരതനും ജാനകിയും ശ്രീലകത്തേക്കെത്തി. എന്താ കൃഷ്ണ, ജാനകിയും കൂട്ടി വരാൻ പറഞ്ഞത്? എന്തെങ്കിലും വിശേഷമുണ്ടോ? കൃഷ്ണന്റെ അടുത്തായി പ്രഭാവതിയും ലക്ഷ്മിയും നിൽപ്പുണ്ടായിരുന്നു. കൃഷ്ണനും അവരെ ഒന്ന് നോക്കിയതിനു ശേഷം ഭരതനോട് കാര്യം വിശദീകരിക്കാൻ തുടങ്ങി. ഭരത, നീ എന്റെ ഉറ്റ സുഹൃത്ത് മാത്രമല്ല, എന്റെ കുടുംബത്തിലെ ഒരംഗമായാണ് ഞാൻ നിന്നെ കാണുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തീരുമാനിക്കുമ്പോൾ അത് നീയും കൂടി അറിയണമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ലക്ഷ്മിയുടെ മകൻ ദേവദാസിന് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. അവന് വയസ്സ് 10-28 അതുകൊണ്ട് ഇനി വൈകിക്കണ്ട എന്ന് തോന്നി. ഞാൻ എന്റേതായ വഴിയിലൂടെ തിരക്കിയപ്പോ നല്ല കുടുംബക്കാരാണെന്നാ അറിഞ്ഞത്. പെണ്ണിന്റെ സ്വഭാവവും നല്ലത് തന്നെ. അതുകൊണ്ട് അടുത്തൊരു ദിവസം നമുക്ക് അവിടെ വരെ ഒന്ന് പോകണം. നീയും ജാനകിയും ഞങ്ങളുടെ കൂടെ വരണം. എന്താ, വരില്ലേ നീ? അതെന്ത് ചോദ്യമാ കൃഷ്ണ? ദാസൻ എന്റെയും കൂടി കുട്ടിയല്ലേ. ഞങ്ങൾ ഉറപ്പായും വരും. ദിവസം എന്നാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലേ ജാനകി? അതെ, ഞങ്ങൾ തീർച്ചയായും വരും. പിന്നീട് വിവാഹ ചർച്ചകളായിരുന്നു അവർക്കിടയിൽ. അവിടേക്ക് വേദാൻഷിയും വസുന്ധരയും പുറത്തു നിന്നും ഓടി വന്നു. അച്ഛാ, അമ്മേ, എന്റെ പരീക്ഷാഫലം വന്നു. 92% മാർക്കുണ്ട് എനിക്ക്. കൃഷ്ണനും പ്രഭാവതിയും അവളെ വാരിപ്പുണർന്നു. പ്രഭാവതി അവളെ ചുംബനങ്ങളാൽ മൂടി. ലക്ഷ്മിയും അവളെ ചേർത്ത് നിർത്തി. ജാനകി അവൾക്ക് ആശംസകൾ അറിയിച്ചു. വേദ ഭരതന്റെ കാലുകളിൽ തൊട്ട് വന്ദിച്ചു. ഭരതൻ അവളുടെ ശിരസിൽ കൈകൾ വെച്ച് അവളെ അനുഗ്രഹിച്ചു. എന്റെ ആദ്യ ഗുരു മാഷാണ്. മാഷിന്റെ ശിക്ഷണത്തിലാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞത്. മാഷിന്റെ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാകണം. വേദയുടെ വാക്കുകളിൽ ഭരതന് സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവും തോന്നിയിരുന്നു. എന്നാലും ഭരതന് തന്റെ മകന്റെ ഫലം അറിയാത്തതിൽ ആശങ്കയുണ്ടായിരുന്നു. വേദ, ഹരിയുടെ ഫലവും വന്നില്ലേ? അവനും നല്ല മാർഗുണ്ടാവുമല്ലേ? ഭരതന്റെ ചോദ്യത്തിൽ വേദയും വസുന്ധരയും ഒന്ന് പരുങ്ങിയിരുന്നു. ഭരതനോട് എന്ത് മറുപടി പറയുമെന്നറിയാതെ അവർ ഉരുകി നിന്നു. എന്താ വേദ ഒന്നും പറയാത്തത്? ഹരിയുടെ പഠിത്തത്തിലുള്ള താല്പര്യക്കുറവ് ഭരതൻ അറിയാമായിരുന്നുവെങ്കിലും തന്റെ ആഗ്രഹം അവൻ നിറവേറ്റുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. മാഷേ, അത് പിന്നെ... വേദയ്ക്ക് പറയാൻ വാക്കുകൾ കിട്ടിയിരുന്നില്ല. ആ സമയം ഹരി അവിടേക്ക് എത്തിയിരുന്നു. ഞാൻ തോറ്റു. ഒന്നല്ല, പല വിഷയങ്ങളിലും ഞാൻ തോറ്റു. ഹരിയുടെ വാക്കുകൾ ഭരതന്റെ നെഞ്ചിനെ കുത്തി നോവിച്ചു. അയാളുടെ ഹൃദയം ദ്രുതഗതിയിൽ പായാൻ തുടങ്ങി. കണ്ണുകളിൽ ഇരുട്ട് കയറിയതുപോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ഭരതൻ നെഞ്ചിൽ തടകി മെല്ലെ കസേരയിലേക്ക് ഊർന്നിരുന്നു. ജാനകി അലറി വിളിച്ചുകൊണ്ട് ഭരതന്റെ നെഞ്ചിൽ തടകി. കൃഷ്ണനും വേദയും ഭരതന്റെ അരികിൽ ചെന്ന് നിന്നു. എല്ലാവരിലും ഭയം ഉടലെടുത്തു. പ്രഭേ, കുറച്ച് വെള്ളം ഇങ്ങ് എടുത്തോണ്ട് വരൂ, കൃഷ്ണൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് പ്രഭാവതി വെള്ളം എടുക്കാനായി അകത്തേക്ക് കയറിപ്പോയി. ഭരത, എന്തു പറ്റിയടോ തനിക്ക്? കൃഷ്ണൻ ഭരതന്റെ കവിളിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോഴേക്കും പ്രഭാവതി വെള്ളവുമായി എത്തി. കൃഷ്ണൻ വെള്ളം വാങ്ങി ഭരതന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഭരതൻ ആവോളം വെള്ളം കുടിച്ചു. ഒരു ദീർഘനിശ്വാസവും എടുത്തുകൊണ്ട് ഭരതൻ കസേരയിൽ ചേർന്നിരുന്നു. ഭരതൻ നിമിഷ നേരം കൊണ്ട് വെട്ടി വിയർത്തിരുന്നു. ജാനകി തന്റെ സാരിത്തുമ്പ് കൊണ്ട് അയാളുടെ വിയർപ്പ് തുള്ളികൾ ഒപ്പിയെടുത്തു. ഭരതൻ ഹരിയെ നിറ കണ്ണുകളോടെ നോക്കിയിരുന്നു. അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്കിതൊന്നും പഠിക്കാൻ താല്പര്യമില്ല എന്ന്. ഹരി പറഞ്ഞു തീരും മുമ്പേ അവന്റെ കവിളിൽ ഭരതന്റെ കൈകൾ പതിഞ്ഞിരുന്നു. അടുത്ത അടി വീഴും മുൻപേ കൃഷ്ണനും ജാനകിയും ഭരതനെ തടഞ്ഞു. അതുകൊണ്ട് തന്നെ ഭരതൻ ഒന്നടങ്ങി. ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി ഭരതൻ ഹരിയുടെ അടുത്ത് ചെന്ന് നിന്നു. നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാടാ
എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയാൻ തോന്നിയത്? മര്യാദയ്ക്ക് എല്ലാ വിഷയങ്ങളും എഴുതിയെടുത്തിരിക്കണം, എത്രയും പെട്ടെന്ന് തന്നെ. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ ഇനി എനിക്ക് വയ്യ അച്ഛാ. ഇത്രയും നാൾ അച്ഛന്റെ ഇച്ഛയ്ക്കൊത്ത് ഞാൻ ജീവിച്ചു. ഇനിയെങ്കിലും എന്റെ ഇഷ്ടത്തിനൊന്ന് ഞാൻ ജീവിച്ചോട്ടെ. ഹരിതന്റെ ഇരു കൈകളും കൂപ്പി ഭരതനോട് അപേക്ഷിച്ചു. എന്റെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും ഫലമാണ് നിന്റെ ഈ ശരീരം. നിന്റെ ഇഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ ഇനി മേലാൽ ആ വീടിന്റെ പടി ചവിട്ടി പോവരുത്. എന്റെ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് അവിടെ നിൽക്കണം. ഭരത, നീ എന്ത് ഭ്രാന്താ ഈ പറയുന്നത്? അവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞു എന്ന് വെച്ച് നീ ഇങ്ങനെയാണോ പറയുന്നത്? കൃഷ്ണൻ ഭരതനെ ശകാരിച്ചു. എന്റെ കുഞ്ഞ് എവിടെ പോകാനാ ഏട്ടാ? അവനൊരു തെറ്റ് പറ്റി. അതിനവനെ ഇങ്ങനെ ശിക്ഷിക്കരുത്. മോനെ, നീ അച്ഛനോട് മാപ്പ് പറ. ജാനകി ഹരിയെ പിടിച്ചുലച്ചു. എന്നാൽ ഹരിയുടെ തീരുമാനത്തിൽ അവൻ ഉറച്ചു നിന്നു. ഞാൻ എന്തിനു മാപ്പ് പറയണം? എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ആ വീട്ടിൽ നിന്നാലല്ലേ പ്രശ്നമുള്ളൂ. ഇല്ല, ഞാൻ ഇനി അവിടെ നിൽക്കുന്നില്ല. ഇറങ്ങിക്കോളാം ഞാൻ. അതും പറഞ്ഞ് ഹരി ശ്രീലകത്ത് നിന്നും പടിയിറങ്ങി. ജാനകിയും വേദയും ഉൾപ്പെടെ എല്ലാവരും അവനെ തടഞ്ഞു. പക്ഷേ അവൻ അവരുടെ വാക്കുകൾ കേൾക്കാതെ അവിടെ നിന്നും പോയിരുന്നു. ഭരതന്റെ സ്വപ്നങ്ങളും മോഹങ്ങളും നീർക്കുമിളകൾ പോലെ പൊട്ടിത്തെറിച്ചു. അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെങ്കിലും ഹരി ഇത്ര പെട്ടെന്ന് തന്റെ അരികിൽ നിന്നും പോകുമെന്ന് ഭരതൻ കരുതിയിരുന്നില്ല. നെഞ്ചു പൊട്ടുന്ന വേദനയിൽ ഭരതൻ കസേരയിൽ തന്നെ ഇരുന്നു. ഭരത, താൻ വിഷമിക്കണ്ടടോ. ഹരി അപ്പോഴത്തെ ദേഷ്യത്തിന് ഓരോന്ന് പറഞ്ഞതല്ലേ. കുറച്ചു കഴിയുമ്പോ അവനെല്ലാം മനസ്സിലാകും. ഇപ്പോ അവനെ എതിർക്കണ്ട. അത് ചിലപ്പോ അവന് കൂടുതൽ വാശിയാകും. അവന് കുറച്ച് സമയം കൊടുക്കത്താൻ. കൃഷ്ണൻ ഭരതനെ ആശ്വസിപ്പിച്ചു. പക്ഷേ ഭരതന്റെ മനസ്സിലെ നീറ്റൽ അണയ്ക്കാൻ കൃഷ്ണന്റെ വാക്കുകൾക്കായില്ല. ഹരി പോയപ്പോൾ മുതൽ ജാനകി കരച്ചിൽ തന്നെയായിരുന്നു. പ്രഭാവതിയും ലക്ഷ്മിക്കുട്ടിയും ചേർന്ന് ജാനകിയെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്നു വിട്ടു. ഭരതൻ ഹരി പോയതിനു ശേഷം ശ്രീലകത്ത് നിന്നും ഇറങ്ങിയിരുന്നു. പക്ഷേ അയാൾ വീട്ടിലേക്ക് പോയിരുന്നില്ല. രാത്രി ഏറെ വൈകിയാണ് ഭരതൻ തിരിച്ചു വീട്ടിലെത്തുന്നത്. ജാനകി കതക് തുറന്നു നോക്കുമ്പോൾ കാലുകൾ സ്ഥായിയായി നിലത്തുറപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ഭരതനെയാണ് കാണുന്നത്. ഭരതൻ വീട്ടിലേക്ക് കയറാൻ തുടങ്ങിയവേ കാലിടറി വീഴാൻ പോയതും ജാനകി അയാളെ താങ്ങി നിർത്തി. ഭരതനിൽ നിന്നും വരുന്ന അസഹ്യമായ ദുർഗന്ധം മദ്യത്തിന്റെ ആണെന്ന് ജാനകി തിരിച്ചറിഞ്ഞു. ഏട്ടൻ കുടിച്ചിട്ടുണ്ടോ? എന്റെ ദേവി, എന്തിനാ ഏട്ട ആവശ്യമില്ലാത്ത ശീലമൊക്കെ? അതിന് മാത്രം എന്താ ഇപ്പൊ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്ന് നിനക്കറിയില്ലേ ജാനകി? എന്റെ മോൻ പോയി. എന്നെ വിട്ട് എന്റെ മോൻ പോയി. എന്റെ സ്വപ്നം, എന്റെ ജീവനല്ലടി അവൻ. ഞാൻ അവന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ ഓരോന്നും ചെയ്തത്. എന്നിട്ടും അവൻ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ ജാനകി. ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ പരാതികളും കരച്ചിലുമായി ഭരതൻ ജാനകിയുടെ തോളിൽ ചാഞ്ഞു. ഒരു വിധത്തിൽ ജാനകി അയാളെ പിടിച്ച് കട്ടിലിൽ കൊണ്ട് കിടത്തി. കട്ടിലിൽ കിടക്കുമ്പോഴും ഭരതൻ ഓരോന്നും പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാളുടെ നാക്കു കുഴഞ്ഞു, വാക്കുകൾ ഇടറി. ഉറക്കത്തിലും ഹരിയുടെ ചിന്തകൾ മാത്രമായിരുന്നു ഭരതന്റെ മനസ്സിൽ. തന്റെ ഭർത്താവിന്റെയും നൊന്തു പ്രസവിച്ച മകന്റെയും അവസ്ഥയിൽ മനം നൊന്ത് കരയാനേ ജാനകിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അവൾ കട്ടിലിനോട് ചേർന്ന് താഴെയിരുന്നു. മണിക്കൂറുകൾ കടന്നു പോയപ്പോൾ ജാനകിയും ഉറക്കമായി.